ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ചിക്കൻ കറി റെഡിയാക്കും കേട്ടോ. ചിക്കൻ വറക്കുന്നൊന്നുമില്ല, അതിനുവേണ്ടി ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ ഞാൻ കുക്കറിനകത്ത് ഇടുന്ന കേട്ടോ. ചിക്കൻ വറുത്തല്ല ഉണ്ടാക്കുന്നത്, അല്ലാതെയാണ് ചിക്കൻ കുക്കറിട്ട് വേവിച്ചുണ്ടാക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഇത്രയും സാധനം ഇട്ട് കഴിയുമ്പോൾ അതിനകത്തൊരു ശകലം എണ്ണ ഒഴിച്ചതിന് ശേഷം നേരെ ശകലം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒഴിച്ചിട്ട് നല്ല രീതി അങ്ങോട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുഴമ്പ് പരുവത്തിൽ, അതായത് ചിക്കൻ വറക്കാൻ നമ്മൾ എടുക്കുമല്ലോ, അതേ രീതി നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നേരെ അതിനകത്തോട് നമ്മൾ ചിക്കൻ വാരിയിടും കേട്ടോ. ആ ചിക്കൻ മൊത്തം വാരിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ആ ചിക്കനിലോട്ട് ഇതിൻ്റെ ആ പൊടി ഐറ്റംസ് മൊത്തം അതിലോട്ട് കയറി പിടിക്കുന്ന രീതി നന്നായിട്ട് ഇതായതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, കാരണം ചിക്കനകത്ത് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഒറ്റ ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് വെച്ച് ഞാൻ കയറ്റി വെച്ചു കേട്ടോ. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പത്തേടി ഇവിടെ സവോളയും കറിവേപ്പിലയും, പിന്നെ തേങ്ങാക്കൊത്ത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കാര്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പത്താണെങ്കിൽ ചീനിച്ചട്ടി വെച്ചതിന് ശേഷം അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് വറ്റൽമുളകും പച്ചമുളകും ഇട്ടതിന് ശേഷം ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അതിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പച്ചമണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറണ്ടേ, അതിനുവേണ്ടി നല്ല രീതിയിൽ ഞാൻ അങ്ങ് ഇളക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നേരെ അതിനകത്തോട്ട് തന്നെ ഞാൻ സവോള ഇടുക കേട്ടോ. ആ സവോള ഇടുമ്പോൾ സവോള നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി നല്ലതായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പം തക്കാളിക്കയും തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ആ ചിക്കൻ്റെ ആ വെള്ളം കണ്ടോ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തപ്പോൾ ചിക്കനകത്ത് വെള്ളം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി, ആ വെള്ളം മാത്രം ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഊറ്റിയെടുത്തിട്ട് നേരെ ഈ മിക്സ് ചെയ്തെടുത്തേക്കുന്ന ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ശകലം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അത് ആവശ്യത്തിന് വേണ്ടി. അതങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒരു തള അങ്ങനെ നമ്മൾ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു തള വന്ന് കഴിയുമ്പോഴേക്കിനും നേരെ ചിക്കൻ അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ബാലൻസ് വന്നേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ചിക്കനകത്ത് ബാലൻസ് വന്ന വെള്ളം, ആ വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. വേറെ പച്ചവെള്ളമോ കാര്യങ്ങളോ പുറത്തൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ വെന്ത ചിക്കൻ്റെ ആ വെള്ളം മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അത്രയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഒരു തളയും കൂടെ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചപ്പാത്തി കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.